ചുമ്മാതൊന്നും ഇവിടെ സംഭവിക്കില്ല എന്നുള്ള ഒരു ബേസിക് നോളജാണ് അസ്ട്രോളജിയുടെ ഉള്ളത്. വെറുതെ ഒരു കാര്യം സംഭവിക്കില്ല, ആ സംഭവിക്കുന്ന കാര്യത്തിനൊരു റീസണുണ്ട്. ആ റീസൺ നമ്മൾ പറയുന്നത് കർമ്മഫലമാണ്. കർമ്മഫലം കൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പം ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന ആ ഒരു പ്ലെയിനിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, കണ്ടശനി അഷ്ടമശനിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പ്ലെയിനിലൂടെയാണ് നമ്മുടെ കോൺഷ്യസ്നെസ് യാത്ര ചെയ്യുന്നതെങ്കിൽ അവിടെ ഗ്രഹനിലയിൽ സൂചിപ്പിക്കുന്ന ഗ്രഹത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള സുഹൃതങ്ങളാണെങ്കിൽ അത് പോസിറ്റീവായിട്ട്, നെഗറ്റീവായിട്ടുള്ളതാണ് കർമ്മഫലമെങ്കിൽ നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യത. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആ നെഗറ്റീവായിട്ടുള്ളത് മൊത്തം ഇരന്നങ്ങ് മേടിക്കാതെ, അല്ല ഇരുന്ന് മേടിക്കാതെ, ആ സമയത്ത് എന്തോ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്തതും പ്രവർത്തിച്ചുകൊണ്ടാണല്ലോ അങ്ങനെ വരുന്നത്. അപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കണം. അതാണ് പരിഹാരങ്ങൾ എന്ന് വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. കർമ്മദോഷങ്ങൾക്കുള്ള പരിഹാരം അത് നമ്മുടെ പ്രവൃത്തിയാണ്. നമ്മളുടെ പ്രവൃത്തി നന്നാവാതെ നമ്മൾ ഈശ്വരപരിഹാരം ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ പറയാനുണ്ട്, ഒരാളൊരു നിരീശ്വരവാദിയാണെങ്കിൽ കുഴപ്പമില്ല, അയാൾ മാനുഷിക മൂല്യങ്ങളുള്ള ആളാണെങ്കിൽ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുന്ന ആളാണെങ്കിൽ, താൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് വേറൊരാൾക്ക് ഉദ്രവം വരാതിരിക്കുന്ന ഒരാളാണെങ്കിൽ, മറ്റുള്ളവർ അവരുടെ വഴിക്ക് പൊക്കോട്ടെ, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് എൻ്റേതായ ഒരു സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ, തന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ തനിക്ക് ചുറ്റുമുള്ളവരുടെ അടുത്ത് മാനുഷിക മൂല്യത്തോടും സ്നേഹത്തോടും അത് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, അയാൾ പ്രത്യേകിച്ച് അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കുകയോ വേണ്ട. അയാളൊരു നിരീശ്വരവാദിയാണെങ്കിൽ വേണ്ട. കാരണം അയാൾ ബേസിക്കലി സ്പിരിച്വൽ ആണ്.